വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കാറുള്ള രണ്ട് വാക്കുകളാണ് ടു, വെരി. പലരും കരുതുന്നത് ഈ രണ്ട് വാക്കുകൾക്കും ഒരേ അർത്ഥമാണ്. ഈ രണ്ട് വാക്കുകളും നമ്മൾ ഒരേപോലെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനല്ല കേട്ടോ. ഞാൻ ഇനി പറയാൻ പോകുന്ന 4 സെൻറ്റൻസസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 1, ഈ വീടിന് നല്ല വലിപ്പമുണ്ട്. 2, ഈ വീടിന് ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുണ്ട്. 3, ഈ വീടിന് വേണ്ടത്ര വലിപ്പമുണ്ട്. 4, ഈ വീടിന് വേണ്ടത്ര വലിപ്പമില്ല. ഈ 4 കാര്യങ്ങളും എങ്ങനെയാണ് വെരി, ടു, ഇനഫ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയുന്നതെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പതിവ് പോലെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചെറിയൊരു ക്വിസ് വെച്ചിട്ടുണ്ട്. നിങ്ങളത് മറക്കാതെ ആൻസർ ചെയ്യണം കേട്ടോ. നമുക്കാദ്യം വെരി എന്ന വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന സെൻറ്റൻസ് ഒന്ന് ഇംഗ്ലീഷിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഈ കറിക്ക് നല്ല എരിവുണ്ട്. അതായത് ഈ കറിക്ക് എരിവ് വളരെ കൂടുതലാണെന്നാണ് അർത്ഥം. എന്താ പറയുക ഇംഗ്ലീഷിൽ? ദിസ് കറി ഇസ് വെരി സ്പൈസി. ശരിയല്ലേ? ഇനി അടുത്ത സെൻറ്റൻസ്, അയാൾ വളരെ ക്ഷീണിതനാണ്. അപ്പോൾ ഇങ്ങനെ പറയാലോ, ഹീ ഇസ് വെരി ടയേർഡ്. മറ്റൊന്ന്, ഞാൻ വളരെ സന്തുഷ്ടയാണ്. ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഈ 3 സെൻറ്റൻസസിലും നമ്മൾ വെരി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വെരി എന്ന വാക്ക് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ ഡിഗ്രി വളരെ കൂടുതലാണ് എന്ന് പറയാനാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഈ വെരി എന്ന വാക്ക് നമ്മളൊരു ഇൻറ്റൻസിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ, വെരി സ്പൈസി, വളരെ എരിവുള്ളത്. രണ്ടാമത്തത് വെരി ടയേർഡ്, വളരെ ക്ഷീണിതനായ. മൂന്നാമത്തത് വെരി ഹാപ്പി, വളരെ സന്തുഷ്ടയായ. അതായത് ഈ വെരി എന്ന വാക്ക് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ആഡ്ജക്റ്റീവ്സ് ആണ്, അല്ലേ? നാമവിശേഷണങ്ങളാണ്. ഇനി ഞാൻ മലയാളത്തിൽ പറയാൻ പോകുന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. അവൾ ശബ്ദം വളരെ താഴ്ത്തിയാണ് സംസാരിച്ചത്. ഷീ സ്പോക്ക് വെരി സോഫ്റ്റ്ലി. അയാൾ വണ്ടി വളരെ പതുക്കെയാണ് ഓടിച്ചത്. ഹി ഡ്രോവ് വെരി സ്ലോലി. അപ്പോൾ കണ്ടല്ലോ, ഈ സെൻറ്റൻസസിലും നമ്മൾ വെരി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെരി കഴിഞ്ഞ് വന്നിരിക്കുന്ന വാക്കുകൾ ഏതാണ്? വെരി സോഫ്റ്റ്ലി, വെരി സ്ലോലി. അപ്പോൾ നിങ്ങൾക്കറിയാലോ, സോഫ്റ്റ്ലി, സ്ലോലി എന്നൊക്കെ പറയുന്നത് ആഡ്ജക്റ്റീവ് അല്ല, ആഡ്വേർബ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ വെരി കഴിഞ്ഞ് ആഡ്വേർബ്സും വരാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈ വെരി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം വളരെ അധികമുണ്ട് എന്ന് കാണിക്കാൻ മാത്രമാണ്. ആ ഒരു സിമ്പിൾ മീനിങ് മാത്രമാണ് അവിടെ വരുന്നത്. അല്ലാതെ ആവശ്യത്തിൽ കൂടുതലുണ്ടെന്നോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറവാണെന്നോ എന്നൊന്നും അവിടെ നമ്മൾ അർത്ഥമാക്കുന്നില്ല കേട്ടോ. നേരത്തെ നമ്മൾ വളരെ സ്പൈസി ആയൊരു കറിയെ പറ്റി പറഞ്ഞില്ലേ, അത് നമ്മളിവിടെ ഒന്നുകൂടെ കാണാൻ പോവാം കേട്ടോ. ദിസ് കറി ഇസ് വെരി സ്പൈസി. ഈ കറിക്ക് എരിവ് വളരെ കൂടുതലാണ്. പക്ഷേ അതിനർത്ഥം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊന്നും അല്ലല്ലോ. ദിസ് കറി ഈസ് വെരി സ്പൈസി ബട്ട് ഐ ക്യാൻ ഈറ്റ് ഇറ്റ്. കറിക്ക് എരിവ് കൂടുതലാണെങ്കിലും എനിക്ക് കഴിക്കാൻ സാധിക്കും, അല്ലേ? വേറൊരു സെൻറ്റൻസ് കൂടെ നമ്മൾ കണ്ടിരുന്നു, ഹീ ഈസ് വെരി ടയേർഡ്. അയാൾ വളരെ ക്ഷീണിതനാണ്. എന്ന് വെച്ച് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഹീ ഈസ് വെരി ടയേർഡ് ബട്ട് ഹീ ക്യാൻ വർക്ക്, അല്ലേ? ഇനി ഞാൻ ഈ സെൻറ്റൻസസിൽ വരുത്താൻ പോകുന്ന വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സെൻറ്റൻസിൽ വെരി എന്ന വാക്ക് മാറ്റി ഞാൻ ടു എന്ന് ചേർക്കാൻ പോവാണ്. അപ്പോൾ സെൻറ്റൻസ് എന്തായി? ദിസ് കറി ഇസ് ടു സ്പൈസി. അപ്പോൾ എന്താ അർത്ഥം എന്നറിയാമോ? ഈ കറിക്ക് എരിവ് വളരെ കൂടുതലാണ്. എത്ര കൂടുതലാണ്? എനിക്ക് കഴിക്കാൻ പറ്റാത്തത്ര എരിവ് കൂടുതലാണ്. കണ്ടല്ലോ, ദിസ് കറി ഇസ് ടു സ്പൈസി, ഐ കാൺട്ട് ഈറ്റ് ഇറ്റ്. അടുത്ത സെൻറ്റൻസിലും ഞാൻ ആ ചേഞ്ച് വരുത്തി. ഹീ ഈസ് വെരി ടയേർഡ് അല്ല, ഹീ ഈസ് ടു ടയേർഡ്. അതുകൊണ്ട് എന്താ പ്രശ്നം? അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റാത്തത്ര ക്ഷീണമാണ് അയാൾക്ക്. ഹീ ഈസ് ടു ടയേർഡ്, ഹി കാൺട്ട് വർക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ടു എന്ന വാക്ക് വന്നാൽ അവിടെ ആവശ്യത്തിൽ കൂടുതൽ എന്നൊരർത്ഥം വരുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ള മീനിങ് ആണല്ലേ. വേണ്ടതിൽ കൂടുതൽ വന്നാൽ നല്ലതല്ലല്ലോ. പിന്നെ മറ്റൊന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഈ ടു കഴിഞ്ഞ് വന്നിരിക്കുന്നത് ആഡ്ജക്റ്റീവ് തന്നെയാണ്, അല്ലേ? ടു സ്പൈസി, ടു ടയേർഡ് ഒക്കെ. ഈ വെരി, ടു, ഈ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അത് മാറാൻ ഞാനിവിടെ 1-2 എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുകയാണ്. ഈ സെൻറ്റൻസ് നോക്കൂ, ദറ്റ് ബാഗ് ഈസ് വെരി ഹെവി. ആ ബാഗിന് വളരെയധികം ഭാരമുണ്ട്. അതിനർത്ഥം എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നല്ലല്ലോ. ഐ ക്യാൻ ക്യാരി ഇറ്റ്. ഇനി അടുത്തത്, ദറ്റ് ബാഗ് ഈസ് ടു ഹെവി. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബാഗിന് വളരെയധികം ഭാരമുണ്ട്, എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നാണ്. ഐ കാൺട്ട് ക്യാരി ഇറ്റ്. അതായത് എടുക്കാൻ പറ്റാത്തത്ര ഭാരമുണ്ട് ആ ബാഗിന് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് പറയുന്നത് നോക്കൂ.
ദറ്റ് ബാഗ് ഈസ് ടു ഹെവി ടു ക്യാരി. കണ്ടോ, ദറ്റ് ബാഗ് ഈസ് ടു ഹെവി ടു ക്യാരി. അർത്ഥം മനസ്സിലായല്ലോ? എടുത്തു പോക്കാൻ പറ്റാത്തത്ര ഭാരമുണ്ട് ഈ ബാഗിന്. ഇതേപോലെ വേറൊരു സെൻറ്റൻസ് കൂടെ ഞാൻ പറയാം. കുടിക്കാൻ പറ്റാത്തത്ര ചൂടുണ്ട് ഈ കാപ്പിക്ക്. അതായത് ആവശ്യത്തിൽ കൂടുതൽ ചൂടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറയുക? ദ കോഫി ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. മറ്റൊന്ന്, അവളോട് സംസാരിക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ടായിരുന്നു എനിക്ക്. ഐ വാസ് ടു ബിസി ടു ടോക്ക് ടു ഹെർ. ഐ വാസ് ടു ബിസി ടു ടോക്ക് ടു ഹെർ. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസസിൽ നിങ്ങൾ ആ വാക്കുകൾ വന്നിരിക്കുന്ന ഓർഡർ ശ്രദ്ധിച്ചിരുന്നോ? ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ, ടു ഹെവി ടു ക്യാരി. ടു ഹെവി കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു വേർബാണ്, ടു ക്യാരി. രണ്ടാമത്തത് ടു ഹോട്ട് ടു ഡ്രിങ്ക്. കണ്ടോ, ടു ഡ്രിങ്ക് വേർബാണ്. മൂന്നാമത്തത് ടു ബിസി ടു ടോക്ക്. അവിടെയും ടു ബിസി കഴിഞ്ഞ് വന്നത് വേർബാണ്, ടു ടോക്ക്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ദിസ് ഡ്രസ് ഇസ് ടു സ്മോൾ ഫോർ ഹെർ. അതായത് അവൾക്ക് ഈ ഡ്രസ്സ് ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വലിപ്പം ഈ ഡ്രസ്സിനില്ല, വേണ്ടത്ര വലിപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ടു സ്മോൾ ഫോർ ഹെർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അവൾക്ക് എന്നുള്ള അർത്ഥം കിട്ടാനാണ് നമ്മൾ ഫോർ ഹെർ എന്ന് പറഞ്ഞത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഞാൻ ആ വാച്ച് വാങ്ങിയില്ല, അതിൻ്റെ വില വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താ പറയുക? ഐ ഡിഡ്ന്റ് ബൈ ദറ്റ് വാച്ച്. ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഫോർ മീ. എനിക്ക് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഫോർ മീ എന്ന് പറഞ്ഞത്. അപ്പോൾ വാങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വിലയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഇറ്റ്സ് ടു എക്സ്പെൻസീവ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസസിലെല്ലാം ടു കഴിഞ്ഞ് വന്നത് ആഡ്ജക്റ്റീവ്സ് ആയിരുന്നു അല്ലേ? ടു ഹോട്ട്, ടു സ്മോൾ, ടു എക്സ്പെൻസീവ് എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെ അല്ലാതെയും സെൻറ്റൻസസ് വരാം. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. അവൾ ശബ്ദം വളരെ താഴ്ത്തിയാണ് സംസാരിച്ചത്. അതുകൊണ്ട് എന്താ പറ്റിയത്? എനിക്ക് അവൾ പറയുന്ന ഒന്നും കേട്ടുകൂടായിരുന്നു, ആവശ്യത്തിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഷീ സ്പോക്ക് ടു സോഫ്റ്റ്ലി. ഐ കുഡൻറ്റ് ഹിയർ വാട്ട് ഷീ സെഡ്. പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. അയാൾ കാറ് വളരെ പതുക്കെയാണ് ഓടിച്ചത്. അതുകൊണ്ട് സ്കൂളിലെത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ കാർ ഓടിക്കുന്നതിലുള്ള ആ സ്ലോനെസ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം, ഹി ഡ്രോവ് ദ കാർ ടു സ്ലോലി. വി റീച്ച്ഡ് ദ സ്കൂൾ ലേറ്റ്. നമ്മളിപ്പോൾ കണ്ട രണ്ട് സെൻറ്റൻസസിലും ടു കഴിഞ്ഞ് വന്നത് എന്താണ്? സോഫ്റ്റ്ലി, സ്ലോലി എന്നൊക്കെയുള്ള വാക്കുകളാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് വാക്കുകളും ആഡ്വേർബ്സ് ആണെന്ന്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ടു കഴിഞ്ഞാൽ ആഡ്ജക്റ്റീവ്സ് മാത്രമല്ല ആഡ്വേർബ്സും വരും. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേർക്ക് ഇപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും, ടുവിൻ്റെ കൂടെ മച്ച്, മെനി എന്നീ വാക്കുകളൊക്കെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന്. പറ്റും. ടു മച്ച്, ടു മെനി എന്നൊക്കെയുള്ളത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. ഇപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്നിരിക്കട്ടെ, അയാൾക്ക് ഒരുപാട് ഷർട്ട്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെ പറയും? ഹി ഹാസ് ഗോട്ട് ടു മെനി ഷർട്ട്സ്. ഞാൻ പറഞ്ഞു കണ്ടോ, ഹി ഹാസ് ഗോട്ട് ടു മെനി ഷർട്ട്സ്. കാരണം ഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാം അല്ലേ? അതുകൊണ്ടാണ് ടു മെനി ഷർട്ട്സ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു സെൻറ്റൻസ്. അവർ ഒരുപാട് തെറ്റുകൾ വരുത്തി. ദേ മേഡ് ടു മെനി മിസ്റ്റേക്സ്. ടു മെനി മിസ്റ്റേക്സ്. കാരണം തെറ്റുകൾ എന്ന് പറയുന്നതും നമുക്ക് എണ്ണാൻ സാധിക്കും, കൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് ടു മെനി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ടു മെനി കഴിഞ്ഞ് വന്നിരിക്കുന്നത് നൗൺസ് ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിൻ്റെ, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര്. ശരിയല്ലേ? ടു മെനി ഷർട്ട്സ്, ടു മെനി മിസ്റ്റേക്സ്. അപ്പോൾ ടു മച്ച് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അയാൾ ഒരുപാട് കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക? ഹി ഡ്രിങ്ക്സ് ടു മച്ച് കോഫി. എന്തുകൊണ്ടാണ് ടു മച്ച് എന്ന് ഞാൻ പറഞ്ഞത്? കോഫി എന്ന് പറയുന്നത്, കാപ്പി എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. കപ്സ് ഓഫ് കോഫി എണ്ണാം, പക്ഷെ കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ സാധിക്കില്ല, അത് അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി ഡ്രിങ്ക്സ് ടു മച്ച് കോഫി. ഇനി മറ്റൊരു ഉദാഹരണം. നിങ്ങൾ ഡ്രസ്സിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ യു ആർ സ്പെൻഡിങ് ടു മച്ച് മണി ഓൺ ക്ലോത്ത്സ്. യു ആർ സ്പെൻഡിങ് ടു മച്ച് മണി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നും, നമ്മൾ പണത്തെക്കുറിച്ചല്ലേ പറയുന്നത്, അപ്പോൾ ഇവിടെ ടു മെനി അല്ലേ വരേണ്ടത് എന്ന്. അല്ല, നമ്മൾ പണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തുക, ഒരു എമൗണ്ട് ഓഫ് മണി എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിനെ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ടു മച്ച് മണി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള, എണ്ണാൻ പറ്റാത്ത വസ്തുക്കളെക്കുറിച്ചാണെങ്കിൽ അവിടെ നമ്മൾ ടു മച്ച് എന്നാണ് ഉപയോഗിക്കുക. അതിനുശേഷം ആ നൗൺ വരും. അപ്പോൾ നമുക്കിനി നോക്കാം ഒരേ കാര്യം നമ്മൾ എങ്ങനെയാണ് ടു ഉപയോഗിച്ചും ടു മച്ച് എന്നത് ഉപയോഗിച്ചും പറയുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറയേണ്ടത് ഇതാണ്, നല്ല മഴ, അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല.
അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മഴയുണ്ട്, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഞാൻ പറയുന്നത് ഇറ്റ്സ് ടു റെയിനി ടു ഗോ ഔട്ട്. ഇറ്റ്സ് ടു റെയിനി ടു ഗോ ഔട്ട്. കണ്ടല്ലോ, ടു കഴിഞ്ഞ് വന്നത് ആഡ്ജക്റ്റീവാണ്, റെയിനി. ഇനി ഇതേ കാര്യം ഞാൻ എങ്ങനെയാണ് ടു മച്ച് ഉപയോഗിച്ച് പറയുന്നത് നോക്കൂ. ഇറ്റ്സ് ടു മച്ച് റെയിൻ ടു ഗോ ഔട്ട്. പുറത്ത് പോകാൻ പറ്റാത്തത്ര അധികം മഴയുണ്ടെന്നാണ് പറയുന്നത്. ദെർ ഇസ് ടു മച്ച് റെയിൻ ടു ഗോ ഔട്ട്. കണ്ടോ, ടു മച്ച് കഴിഞ്ഞ് നൗൺ വന്നു, ടു മച്ച് റെയിൻ. ഇതേപോലെ ഒരേ കാര്യം നമുക്ക് എങ്ങനെയാണ് ടു എന്നതും ടു മെനി എന്നതും ഉപയോഗിച്ച് പറയുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് പറയേണ്ടത് ഇതാണ്, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കാണ്, എനിക്ക് ഇത്ര തിരക്ക് ഇഷ്ടമല്ല. അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ടു ക്രൗഡഡ് ഹിയർ. അപ്പോൾ ക്രൗഡഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ്ജക്റ്റീവാണ്, തിരക്ക് പിടിച്ച എന്നാണ് അർത്ഥം. ടു കഴിഞ്ഞ് വന്നത് ആഡ്ജക്റ്റീവ്. ഇനി ഇതേ അർത്ഥം കിട്ടാൻ എങ്ങനെയാണ് ഞാൻ ടു മെനി ഉപയോഗിക്കുന്നത് നോക്കൂ. ദെർ ആർ ടു മെനി പീപ്പിൾ ഹിയർ. അതായത് ഇവിടെ ആവശ്യത്തിലധികം ജനങ്ങളുണ്ട്, ആളുകളുണ്ട്, വളരെയധികം തിരക്കാണെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ദെർ ആർ ടു മെനി പീപ്പിൾ ഹിയർ. ടു മെനി കഴിഞ്ഞ് നൗൺ വന്നു, പീപ്പിൾ. ഇപ്പം നമുക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു കാര്യം ആവശ്യത്തിൽ കൂടുതലാണ് എന്ന് പറയാൻ എങ്ങനെയാണ് ടു, ടു മച്ച്, ടു മെനി എന്നതൊക്കെ യൂസ് ചെയ്യാമെന്നല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനഫ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഇനഫ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇനഫിന് മതി എന്നൊരർത്ഥമുണ്ടല്ലോ, പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല കേട്ടോ. ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഇനഫ് എന്നത് ഉപയോഗിക്കുക. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു ഷർട്ട് വാങ്ങുകയാണ്. അപ്പോൾ ഈ ഷർട്ട് നോക്കിയിട്ട് ഞാൻ പറയുകയാണ്, അവനിടാനും മാത്രം വലിപ്പം ഈ ഷർട്ടിനുണ്ട്. അതായത് ആവശ്യത്തിനുള്ള വലിപ്പം ഈ ഷർട്ടിനുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് ഷർട്ട് ഈസ് ബിഗ് ഇനഫ് ഫോർ ഹിം. ദിസ് ഷർട്ട് ഈസ് ബിഗ് ഇനഫ് ഫോർ ഹിം. അതായത് ആവശ്യത്തിനുള്ള വലിപ്പം ഇതിനുണ്ട്, അതാണ് ബിഗ് ഇനഫ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഓർത്ത് നോക്കൂ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അലമാരയുടെ ഏറ്റവും മേലെയുള്ള തട്ടിൽ നിന്ന് എന്തെങ്കിലും കൈയെത്തിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, അവിടെ നിന്ന് അതെടുക്കാൻ വേണ്ടും ആവശ്യമായ ഉയരം അവൾക്കുണ്ട്, അതിന് വേണ്ടുന്ന ഉയരം അവൾക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, ഷീ ഈസ് ടോൾ ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഷെൽഫ്. ഷീ ഈസ് ടോൾ ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഷെൽഫ്. അപ്പോൾ വ്യക്തമാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം വേണ്ടത്രയുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഇനഫ് എന്ന വാക്ക് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, ഈ ഇനഫ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ആഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ടാണ്, നാമവിശേഷണമായിട്ട് വരുന്ന വാക്ക് കഴിഞ്ഞിട്ടാണ് ഇനഫ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ബിഗ് ഇനഫ്, ടോൾ ഇനഫ്. ബിഗ്, ടോൾ എന്നീ രണ്ട് വാക്കുകളും ആഡ്ജക്റ്റീവ്സ് ആണ്. ഇനി ഇതേ കാര്യം നമ്മളെങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത് നോക്കാം. നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസ് ഇല്ലേ, അവനിടാൻ വേണ്ടത്ര വലിപ്പം ഈ ഷർട്ടിനുണ്ട്. ദിസ് ഷർട്ട് ഇസ് ബിഗ് ഇനഫ് ഫോർ ഹിം. ഇനി വേണ്ടത്ര വലിപ്പം ഈ ഷർട്ടിനില്ല എന്നെങ്ങനെ പറയും? അവിടെ ഇസ് എന്ന വേർബിന് ശേഷം നമ്മൾ നോട്ട് എന്ന വാക്ക് ചേർത്താൽ മതി. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ദിസ് ഷർട്ട് ഇസ് നോട്ട് ബിഗ് ഇനഫ് ഫോർ ഹിം. ദിസ് ഷർട്ട് ഇസ് നോട്ട് ബിഗ് ഇനഫ് ഫോർ ഹിം. അടുത്ത സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ, ഷീ ഈസ് ടോൾ ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഷെൽഫ്. ടോപ്പ് ഷെൽഫിൽ നിന്ന് അതെടുക്കാൻ വേണ്ടത്ര ഉയരം അവൾക്കുണ്ട്. ഇനി അത്ര ഉയരം അവൾക്കില്ല എന്നെങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് ടോൾ ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഷെൽഫ്. പക്ഷേ ഇങ്ങനെ മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ആളുകൾ ഒക്കെ ആവശ്യത്തിനുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനില്ല എന്ന് പറയാനും നമുക്ക് ഇനഫ് എന്ന വാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനഫ് എന്ന വാക്ക് കഴിഞ്ഞ് വരുന്നത് ഒരു നൗൺ ആയിരിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക? ഐ ഹവ് ഗോട്ട് ഇനഫ് മണി വിത്ത് മീ. ഐ ഹവ് ഗോട്ട് ഇനഫ് മണി. ആവശ്യത്തിന് പണം. കണ്ടോ, ഇനഫ് കഴിഞ്ഞ് വന്ന് ഒരു നൗണാണ്. ഇനി മറ്റൊന്ന്, എല്ലാവർക്കും ആവശ്യമായത്ര പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ദെർ ആർ ഇനഫ് ബുക്സ് ഫോർ എവ്രി വൺ. ദെർ ആർ ഇനഫ് ബുക്സ് ഫോർ എവ്രി വൺ. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. അതിഥികൾക്ക് ആവശ്യമായത്ര കസേരകൾ നമുക്കുണ്ട്. വി ഹാവ് ഇനഫ് ചെയർസ് ഫോർ ദ ഗെസ്റ്റ്സ്. വി ഹാവ് ഇനഫ് ചെയർസ് ഫോർ ദ ഗെസ്റ്റ്സ്. ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസസ് എങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഐ ഹാവ് ഗോട്ട് ഇനഫ് മണി. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നെഗറ്റീവ് ആക്കും? ഐ ഹാവിൻ ഗോട്ട് ഇനഫ് മണി. ഹാവ് ഗോട്ട് എന്നുള്ളത് മാറ്റി ഹാവിൻ ഗോട്ട് എന്നാക്കി മാറ്റി. ദെർ ആർ ഇനഫ് ബുക്സ്. ആവശ്യത്തിന് പുസ്തകങ്ങളുണ്ട്. ആവശ്യത്തിന് പുസ്തകങ്ങളില്ല എന്നെങ്ങനെ പറയും? ദെർ ആറിൻറ്റ് ഇനഫ് ബുക്സ്. നെഗറ്റീവ് അർത്ഥം കിട്ടി. ഇനി മൂന്നാമത്തത്, വി ഹാവ് ഇനഫ് ചെയർസ്. നമുക്ക് ആവശ്യത്തിന് കസേരകളുണ്ട്. ഇനി കസേരകളില്ല എന്നാക്കണം.
അതിനിവിടെ എന്താ നമ്മൾ ചെയ്യുക? വി ഹാവ് എന്നത് മാറ്റി വി ഡോണ്ട് ഹാവ് എന്ന് പറയേണ്ടി വരും. വി ഡോണ്ട് ഹാവ് ഇനഫ് ചെയർസ്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കിയപ്പോൾ എന്തുകൊണ്ട് ഹാവ് എന്നുള്ളത് ഡോണ്ട് ഹാവ് ആയി മാറി എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാണിക്കാം. അത് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ആ സംശയം മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തോത്, ഡിഗ്രി വളരെ കൂടുതലാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ നമുക്കവിടെ വെരി എന്ന വാക്ക് യൂസ് ചെയ്യാം. നേരെ മറിച്ച് നമുക്ക് ഈ കാര്യം ആവശ്യത്തിൽ കൂടുതലാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ അവിടെ ടു എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് വരുന്നുണ്ടല്ലേ. ഇനി നമുക്ക് പറയേണ്ടത് എന്തെങ്കിലും ഒന്ന് ആവശ്യത്തിനുണ്ട്, വേണ്ടത്രയുണ്ട് എന്ന് മാത്രമാണെങ്കിൽ അവിടെ ഇനഫ് ഉപയോഗിച്ചാൽ മതി. ഇനി ആവശ്യത്തിനില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അവിടെ നമ്മൾ ഇനഫ് നെഗറ്റീവ് ആക്കി യൂസ് ചെയ്യുക. അപ്പോൾ നോട്ട് എന്നൊരു വാക്ക് കൂടി അവിടെ ചേർത്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാൻ ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശ്രദ്ധിച്ച് വായിച്ച് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യണം കേട്ടോ. ആദ്യത്തേത് നോക്കൂ. ഷീ ഈസ് ഇൻ സ്പേസ് ടു സ്റ്റാർട്ട് ഡ്രൈവിംഗ്. അവൾക്ക് വണ്ടി ഓടിക്കാനുള്ളത്ര പ്രായമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. നോക്കൂ. ഇനഫ് ഓൾഡ്, ഓൾഡ് ഇനഫ്. കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യൂ. രണ്ടാമത്തത്, ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്തത്ര ബഹളമാണ്, ശബ്ദമാണ് ഇവിടെ എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. സെൻറ്റൻസ് നോക്കൂ. ദർ ഇസ് സ്പേസ് നോയ്സ് ഹിയർ ഫോർ അസ് ടു സ്റ്റഡി. ടു മെനി, ടു മച്ച്. ഏതാണ് ചൂസ് ചെയ്യാമെന്ന് നോക്കൂ. മൂന്നാമത്തത്, ദ ഹൗസ് ഇസ് സ്പേസ് ടു ലിവ് ഇൻ. ഇവിടെ താമസിക്കാൻ പറ്റാത്ത അത്ര പഴയതാണ് വീട് എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് വെരി ഓൾഡ്, ടു ഓൾഡ്. ഇപ്പോൾ പതിവ് പോലെ പറയാണ്, സെൻറ്റൻസസ് ഒക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസേഴ്സ് ചൂസ് ചെയ്യൂ. കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയിരുന്നെങ്കിൽ അത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.